ഈ വർഷത്തെ ബഡ്ജറ്റ് കൂടി വന്നപ്പോൾ സമുദ്ര മിഷൻ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളാണ് പലതും പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ വയനാട് തുരങ്കപാത നടക്കുന്നു. അതിപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു. തെക്ക് വടക്ക് വലിയൊരു ട്രെയിനിനെക്കുറിച്ച് ഈ ശ്രീധരൻ്റെ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഗൗരവമായ പ്രോജക്റ്റുകളെക്കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ ഒരു പക്ഷേ അല്പം നീണ്ടുപോയേക്കാം. എന്നാലും കേരളത്തിലെ പരിസ്ഥിതിവാദികളും കേരളത്തിലെ വികസനവാദികളും നിർബന്ധം കാണണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. മാധ്യമങ്ങളും കാണണം. വളരെ ഗൗരവതരമായ ചില വിഷയങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 35 വർഷക്കാലം കേരളത്തിൻ്റെ ജല, പരിസ്ഥിതി, കാലാവസ്ഥ, ദുരന്ത പരിപാലന, നീർത്തട മേഖലകളിൽ ഗൗരവതരമായ വിവിധ തലത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ അവസരം കിട്ടിയ ആളെന്നുള്ള നിലയിലാണ് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു ടേക്ക് വയ്ക്കുന്നത്. എൻ്റെ കേമത്തരം പറയാനോ അവകാശം പറയാനോ അല്ല. കേരളത്തിലെ വളരെ പ്രമുഖമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പ്രമുഖമായ ഒരുപാട് പദ്ധതികളുടെ പഠനത്തിനും പുതിയ ആശയങ്ങൾ സമൂഹത്തിൽ വയ്ക്കുന്നതിനും അവസരം കിട്ടിയിട്ടുണ്ട്. പ്രസിദ്ധീകരണങ്ങൾ ധാരാളമായി ഇറക്കുന്നതിന് ലേഖനമായാലും പുസ്തകങ്ങളായാലും അവസരം കിട്ടിയിട്ടുണ്ട്. ധാരാളം കമ്മിറ്റികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലുപരിയായി പ്രവർത്തിച്ച സ്ഥാപനങ്ങളിലെല്ലാം വലിയ തോതിൽ ജനകീയ ബഹുജന വിദ്യാഭ്യാസ പരിപാടികൾ എടുക്കാനുള്ള പ്രോജക്റ്റുകളും കൂട്ടിയോജിപ്പിക്കാനും കോർഡിനേറ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഒരു വശത്ത് ഒഫീഷ്യലായി നേടിയ അറിവ്, ബിരുദങ്ങൾ, അല്ലെങ്കിൽ അത് മറുവശത്ത് അനുഭവ സമ്പത്ത്, പിന്നെ കേരള സമൂഹത്തെ പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ചില വെളിപ്പെടുത്തലുകൾ. ഇതാണ് ഈ വീഡിയോയുടെ സാരാംശം. പഞ്ചായത്ത് തലത്തിലുള്ള സൂക്ഷ്മതല ആസൂത്രണത്തിന് വേണ്ട പഞ്ചായത്ത് തല വിഭവ ഭൂപട നിർമ്മാണം നടത്തുന്ന കാലം മുതൽ, അതായത് 90-കൾ മുതൽ കേരളത്തെ പഠിക്കാനും അറിയാനും അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ നീർത്തടാധിഷ്ഠിത പരിപാടികൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്, എൻവയോൺമെൻറ്റൽ പ്രോഗ്രാംസ്, മഴവെള്ള സംഭരണം, ഭൂജല പരിപോഷണം, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പഠിക്കാനും കാണാനും മനസ്സിലാക്കാനും അവസരം കിട്ടിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിലാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞത് എന്നെ പരിചയമില്ലാത്ത ആളുകൾ ചോദിക്കും, ഇതൊരു യൂട്യൂബർ അല്ലേ, ഇദ്ദേഹം എന്താണ് ഇങ്ങനെ പറയാനുള്ള യോഗ്യത എന്നറിയാൻ വേണ്ടി ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പിന്നാമ്പുറം പറഞ്ഞത്. അല്ലാതെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല. അവർ എന്നോട് ക്ഷമിക്കുക. കേരളത്തിൻ്റെ സവിശേഷത എന്താണ്? എന്താണ് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം? പരിസ്ഥിതിയാണോ വികസനമാണോ? എന്താണ് കേരളത്തിലെ യഥാർത്ഥ പ്രശ്നം? കേരളത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ലോകത്തിൽ ഇങ്ങനെ ഒരു ഭൂമിശാസ്ത്ര പ്രദേശം വേറെ ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ യുണീക്ക്നെസ്, തനത് സവിശേഷത. എന്താണ് ഈ സവിശേഷത? ഒന്ന്, 8 ഡിഗ്രിക്കും 10 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള അക്ഷാംശത്തിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തിൽ പെടുന്ന ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ നല്ലൊരു ഭാഗം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭൂപ്രദേശമാണ്. 2, കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്ന ഗുജറാത്തിനടുത്തുള്ള താപ്തി മുതൽ തുടങ്ങി കന്യാകുമാരി വരെ നീളുന്ന 16,000-ലധികം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ തീരത്താണ് കേരളം കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കിഴക്കൻ തീരം പശ്ചിമഘട്ട മലനിരകളാണ്. അത് സഹ്യാദ്രി മലനിരകൾ എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരം അഗസ്ത്യ മലകൾ വരെ തുടങ്ങി ഏകദേശം അത് പാലക്കാട്, അങ്ങ് കാസർഗോഡ് വരെ അങ്ങ് പോവും. കേരളത്തിൻ്റെ അതിരാണ്. ഇതിൽ പുനലൂരും പാലക്കാടും ഗ്യാപ്പുണ്ട്. പാലക്കാട് ഗ്യാപ്പ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയുമാണ്. 40 ഡിഗ്രി വരെയൊക്കെ ചൂട് പോകുന്ന വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. പുനലൂരിൽ വലിയ മഴ പെയ്യുന്ന പ്രദേശവുമാണ്. ചൂടും നന്നായി വരുന്ന പ്രദേശമാണ്. ഇങ്ങനെ പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന്, സഹ്യാദ്രിയിൽ നിന്ന്
അറബിക്കടലിലേക്ക് ചരിച്ചു വച്ചിരിക്കുന്ന ഒരു സ്ലാൻഡിംഗ് ആയി വെച്ചിരിക്കുന്ന ഒരു ഭൂമിശാസ്ത്ര പ്രദേശമാണ്. കടലിലെ ഇവിടെ അറബിക്കടൽ ഉള്ളത് കൊണ്ടും സൂര്യൻ്റെ പ്രകാശം ഞാൻ പറഞ്ഞ പോലെ ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് കിടക്കുന്നത് കൊണ്ടും ധാരാളമായി ചൂട് അടിക്കുന്നത് കൊണ്ടും നീരാവിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നീരാവിയാകുന്ന നീരാവി കുറച്ച് സമയം മുകളിലേക്ക് ഉയർന്ന് ലംബമായി നീരാവി ഉയർന്ന് പിന്നെ തിരശ്ചീനമായി ഹൊറിസോണ്ടലായി സഞ്ചരിക്കും. ഇത് സഞ്ചരിക്കുമ്പോൾ ഇതിനെ തടുക്കുവാൻ ഇവിടെ മലനിരകളുണ്ട്, മരങ്ങളുണ്ട്. പോകുന്ന വഴിയിൽ തടയാൻ ഇടനാട് കുന്നുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ പർവ്വതജന്യമായ മഴയാണ് കേരളത്തിൽ പെയ്യുന്നത്. അതൊരു പിന്നെ സൈക്ലോണിക് വർഷപാതത്തിൻ്റെ മഴ, സൈക്ലോണിക് മഴയുമുണ്ട്. ഇത് ഓറോഗ്രാഫിക് മഴയാണ് ഞാൻ ഈ പറഞ്ഞത്, പർവ്വതജന്യം. പിന്നെ സൈക്ലോണിക് ഉണ്ട്. 2-3 തരത്തിലുള്ള മഴ ഉണ്ട് കേരളത്തിൽ. വർഷത്തിൽ നല്ല മഴ, കഥ അവിടെ നിൽക്കാം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോക്കി 40 നദികൾ മറുവശത്തേക്ക് കബനിയും പാമ്പാറും ഭവാനി ഉൾപ്പെടെയുള്ള 4 നദികൾ അപ്പുറത്തേക്ക്, പാലക്കാടും വയനാടും ഒക്കെ തുടങ്ങി 4 നദികൾ അപ്പുറത്തേക്കും ഇടുക്കിയിലൊക്കെ അപ്പുറത്തേക്കും തമിഴ്നാട്ടിലേക്ക് 40 നദികളും ഇങ്ങോട്ട് പടിഞ്ഞാറേക്ക് വരുന്നു. അതിൽ ചിലത് മലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു, ചിലത് താഴത്തെ മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എല്ലാ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത്. ഈ നദികളെല്ലാം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വന്ന് കടലിൽ ചേരുന്നു. ഇനിയാണ് ട്വിസ്റ്റ്, കഥയുടെ 2ാം ഭാഗം. നമ്മുടെ എല്ലാ വികസന പ്രവർത്തനം, നാഷണൽ ഹൈവേ ആവട്ടെ, സ്റ്റേറ്റ് ഹൈവേ ആവട്ടെ, എല്ലാ വികസന പ്രവർത്തനങ്ങളും തെക്ക് നിന്ന് വടക്കോട്ടാണ്. അപ്പം തെക്ക് നിന്ന് വടക്കോട്ട് പോകുന്ന വികസന പ്രവർത്തനങ്ങൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന നദികളെയും പുഴകളെയും ക്രോസ് ചെയ്തുകൊണ്ടോ കട്ട് ചെയ്തുകൊണ്ടോ ആണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കെട്ടിട നിർമ്മാണമായാലും നമ്മുടെ റോഡിൻ്റെ പാറ്റേൺ ആയാലും ഇത് ജലസമ്മർദ്ദത്തിനും ജലത്തിൻ്റെ നീരൊഴുക്കിനും എതിരെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയൊരു ഫിനോമിനയാണ് കേരളത്തിൽ. ഇന്ത്യയിലെങ്ങും ഒരിടത്തും അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. തിരിച്ച് നമുക്ക് ചെയ്യാനും പറ്റില്ല. നമുക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വികസിച്ചാണ് പോകുന്നതെങ്കിൽ മലനിരകളെ ക്രോസ് ചെയ്യേണ്ടി വരും, അവസാനം കാട്ടിലേക്ക് ചെല്ലേണ്ടി വരും. അത് പറ്റില്ല. ഇതേ കഴിയൂ, തെക്ക് നിന്ന് വടക്കോട്ട് പോകാനേ കഴിയൂ. അപ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് പോകുന്ന പുഴകളെയും തോടുകളെയും ക്രോസ് ചെയ്തുകൊണ്ടേ പോകാൻ കഴിയൂ. ഇതാണ് നമ്മുടെ ഒരു പരിമിതി, ഭൂമിശാസ്ത്രപരമായ ഒരു പരിമിതിയാണ്, ഒരു പ്രത്യേകതയാണ്. അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത സ്ലോപ്പ്, ചരിവാണ്. 0 മുതൽ, 0 എന്ന് പറഞ്ഞാൽ കടലിൻ്റെ താഴെ കിടക്കുന്ന കുട്ടനാട് മുതൽ, ബിലോ സീ ലെവൽ മുതൽ 3000 മീറ്റർ വരെ കിടക്കുന്ന, 3000 മീറ്റർ അധികം കിടക്കുന്ന പശ്ചിമഘട്ട ആനമുടി മല വരെ കിടക്കുന്നതിൽ S1 എന്ന് പറഞ്ഞ സ്ലോപ്പ്, കുറച്ച് സ്ലോപ്പ് ഉള്ളത്, ഡിഗ്രിയിലൊക്കെ പറഞ്ഞാൽ 5 ഡിഗ്രി 10 ഡിഗ്രി ഇങ്ങനെ പറയും. അതിപ്പോൾ സാങ്കേതിക കാര്യങ്ങളാണ്, ഇതിനകത്ത് പറയുന്നില്ല. സ്ലോപ്പ് S1, S2, S3, S4, S5, ഇങ്ങനെ പോകും. ചരിവിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ചരിവിന് പ്രാധാന്യമുണ്ട്, മലനിരകൾക്ക് പ്രാധാന്യമുണ്ട്. മണ്ണിൻ്റെ ഘടന 3 മീറ്ററാണ് ശരാശരി ആഴം, 5 മീറ്റർ വരെ വയനാടുണ്ട്. വയനാട് തന്നെ പലതരത്തിലുള്ള മണ്ണ് കാണുന്നു, ക്ലേയും ലാറ്ററൈറ്റും പലതരത്തിലുള്ള മണ്ണ് കാണുന്നു. ധാരാളം വയലുകളുണ്ടായിരുന്നു, കുളങ്ങളുണ്ടായിരുന്നു, കായലുകളുണ്ടായിരുന്നു, പുഴകൾ, അങ്ങനെ ഒരു പ്രത്യേക ലാൻഡാണ് കേരളം. വർഷത്തിൽ 120 ദിവസം മഴയുണ്ടായിരുന്നു, അതിപ്പോൾ മാറി, ആ സിസ്റ്റമെല്ലാം മാറി. ഇങ്ങനെയുള്ള ഭൂശാസ്ത്ര പ്രദേശത്ത് ഇതാണ് ഭൂമിശാസ്ത്ര സവിശേഷത. ഇനി ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്ത് വരാം. കേരളത്തിൽ 70കൾ വരെ പട്ടിണിയും ദാരിദ്ര്യവും ദുരന്തവും ഒക്കെ ഉണ്ടായിരുന്നു. 40കളിലെ 50കളിലെയും പട്ടിണി ഉണ്ടായിരുന്നപ്പോഴാണ്, അത് 40കൾക്ക് മുമ്പും 30കളിലും ഒക്കെ പട്ടിണി ഉണ്ടായിരുന്നപ്പോഴാണ് രാജാവിൻ്റെയും രാജ്ഞിയുടെയും കാലത്ത് കുറച്ച് പേരോട് മല കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് കൂടുതൽ ക്രിസ്ത്യാനികളാണ് പോയത്. അവർ സാഹസിക ജീവിതമൊക്കെ നയിക്കാനുള്ള താല്പര്യമെടുത്തുകൊണ്ട് കൂടുതൽ ക്രിസ്ത്യാനികൾ വയനാടിലേക്കും ഇടുക്കിയിലേക്കും പത്തനംതിട്ടയുടെ മലനിരകളിൽ കയറി. ഏറ്റവും കൂടുതൽ കയറിയത് വയനാടും മലപ്പുറം, നിലമ്പൂരൊക്കെ കയറി, ഇടുക്കിയിലൊക്കെ കയറി. അവരവിടെ കൃഷി ആരംഭിച്ചു, അവരവിടെ താമസമായി. അങ്ങനെ സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്തില്ല, സർക്കാർ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ കാലത്ത് സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്ത കുടിയേറ്റവും ഉണ്ടായിട്ടുണ്ട്. അത് വേറൊരു സിനോറിയ. 70കളായപ്പോൾ 80കളാവുമ്പോൾ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി തേടിപ്പോയി. 90കളായപ്പോൾ വിദേശ രാജ്യങ്ങളിൽ സജീവമായി പോയി, ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും പോയി. ആ രാജ്യങ്ങളിൽ പോയി അവരുണ്ടാക്കിയ പണം, അധ്വാനിക്കുന്ന പണം നാട്ടിൽ വന്നു.
ഡോളറായി വന്നു, റൂബിളായി വന്നു, പിന്നെ റിയാലായി വന്നു, പല രൂപത്തിൽ ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു, സ്വർണത്തിൻ്റെ രൂപത്തിൽ വന്നു. ഈ പണം ഇനി പറയുന്നതാണ് വളരെ ശ്രദ്ധിച്ച് മലയാളി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇത് ചർച്ച ചെയ്തുകൊണ്ട് അല്ലാതെ ഒരു മില്ലിമീറ്റർ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ പണം പ്രത്യേകിച്ച് മലപ്പുറത്തുള്ള നല്ല പണം വന്നു. കേരളത്തിലാകെ വിദേശത്ത് പോയ ആളുകളിൽ വലിയ പണം കയ്യിൽ വന്നു. ഈ പണം കൊണ്ടുവന്നവർ നാട്ടിൽ വികസനത്തിന് വേണ്ടി ചെറുകിട വ്യവസായത്തിലും ചെറുകിട തൊഴിൽ സംരംഭങ്ങളിലും ഈ പണം നിക്ഷേപിക്കാൻ തുടങ്ങി. ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ, എന്നോട് എല്ലാവരും പോർക്കണം, എല്ലാ ട്രേഡ് യൂണിയനും ഉണ്ട്. ഇവിടുത്തെ നിയമങ്ങൾ, ഇവിടുത്തെ ബ്യൂറോക്രസി, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കറണ്ടിൻ്റെ ഓഫീസ്, വെള്ളത്തിൻ്റെ ഓഫീസ്, സകല ബ്യൂറോക്രസിയും ഇവിടെ ആരെങ്കിലും ഒരു തൊഴിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവനെ കെട്ടിമുറുകും, വരിഞ്ഞു മുറുകും. പിന്നെ രാഷ്ട്രീയ പാർട്ടികളും വരിഞ്ഞു മുറുകും. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അമ്പല കമ്മിറ്റികളും റെസിഡൻസ് അസോസിയേഷനും ക്ലബ്ബുകളും എല്ലാവരും അവരെ പിരിക്കും. അങ്ങനെ ചെറുകിട വ്യവസായത്തിനോ മൂല്യാധിഷ്ഠിത വ്യവസായത്തിനോ കാർഷികാനുബന്ധ വ്യവസായത്തിനോ തുടങ്ങിയ തൊഴിൽ സംരംഭങ്ങൾക്കോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. അവിടെ നിന്ന് ആരംഭിക്കുന്നു കേരളത്തിൻ്റെ പരിസ്ഥിതി ദുരന്തം, രണ്ടാം ഘട്ടം. എന്താ പിന്നെ ജനങ്ങൾ ചെയ്തത്? ആകെപ്പാടെ സുരക്ഷിതമായ ഒരു കാര്യം, വസ്തു വാങ്ങിയിടുക. അങ്ങനെ വിലയില്ലാതിരുന്ന ഓണം കേറാ മൂല വരെ വലിയ വിലയായി. കേരളത്തിൽ വസ്തുവിന് വലിയ വിലയായി. എല്ലാവരുടെയും നിക്ഷേപം വസ്തുവിലേക്ക് പോയി. കാരണം ഇതാണ്, പൊളിറ്റിക്കലാണ് കാരണം. അങ്ങനെ പോയതിനു ശേഷം പിന്നെ പോയത് എവിടെയാണ്? വീട് വയ്ക്കുന്നതിലേക്കാണ്. വിദേശത്തിരിക്കുന്ന ആളുകൾക്കിവിടെ ഉൾപ്പെടെ, അമേരിക്കയിലിരിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ കേരളത്തിലെ നിക്ഷേപം എന്തെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ സ്വർണം വാങ്ങിച്ച് വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിലെ FD, അല്ലെങ്കിൽ വസ്തു വാങ്ങി വീട് വച്ചിരിക്കുന്നു. അങ്ങനെ 1 കോടിയിൽ പരം 80 ലക്ഷത്തിൽ പരം വരുന്ന കുടുംബങ്ങൾക്ക് 1,20 ലക്ഷത്തോളം വീടുകൾ, 10-40 ലക്ഷം വീടുകൾ കേരളത്തിൽ അധികമായി പണിതു. മനഃപൂർവ്വം പണിതതല്ല, വേറെ നിക്ഷേപ സാധ്യതയില്ലാത്തതുകൊണ്ട് പണിഞ്ഞു. അങ്ങനെ പണിതപ്പോൾ എടുക്കേണ്ടി വന്ന സിമന്റ്, മണല്, ചല്ലി, മെറ്റല്, പാറ, ചുടുകല്ല് ഇവയെല്ലാം വലിയ തോതിലായിരുന്നു, തടിയൊക്കെ. ഇതിൻ്റെ ഒരു ബാക്കി പത്രമാണ് വയനാട്, ഇടുക്കിയിൽ കുറച്ച് കുറവുണ്ട്. വയനാട് പോലുള്ള ജില്ലകളിൽ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ സമ്പന്നരായ ആളുകൾ, പൊളിറ്റിക്സിലായിട്ടും അല്ലാതെയൊക്കെ സാമ്പത്തികം കിട്ടിയവർ, അവർക്ക് ആ നാട്ടിൽ പണം മുടക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ആ പണവുമായി ടൂറിസത്തിൻ്റെ പേരിൽ മലകളിൽ കയറുന്നു. എന്നാൽ ആ പണം അവരുടെ നാട്ടിൽ തന്നെ പ്രയോഗിക്കുന്നതിനുള്ള, നാട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതിനുള്ള സാമൂഹികമായും പരിസ്ഥിതിയുമായും ആയിട്ടുള്ള സംരംഭങ്ങൾ ഉണ്ടായാൽ അവർ അങ്ങോട്ട് പോകില്ല. പണം കയ്യിലുള്ളവർ ഏതൊക്കെ രൂപത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുമോ അത് പ്രയോജനപ്പെടുത്തും. അത് ഒരു വശം അടച്ചാൽ മറുവശത്തൂടെ അവർ വരും. ഈ ഒരു പൊളിറ്റിക്സ് കൂടി ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. മൂന്നാം ഭാഗത്തേക്ക് പോവാം. എല്ലാം കൂടി ഒരു വീഡിയോ പറ്റത്തില്ല, എന്നാലും മൂന്നാം ഭാഗത്തേക്ക് പോവാം. അപ്പോൾ കേരളത്തിൽ വികസനം വേണം. 45 ലക്ഷത്തിന് തൊഴിലില്ല, പുതിയ തലമുറയ്ക്ക് തൊഴിലില്ല, നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം, റെയിൽവേ കണക്ടിവിറ്റി വേണം, റോഡ് കണക്ടിവിറ്റി വേണം, എല്ലാം വേണം. വികസന രംഗത്ത് ഒരു തർക്കമില്ല. വിമാനത്താവളങ്ങൾ വേണം, ഹെലികോപ്റ്റർ പാടുകൾ വേണം, എല്ലാം വേണം, തർക്കമൊന്നുമില്ല. അതിനകത്ത് ഞാൻ തർക്കമുള്ള ആളല്ല. ഇപ്പുറത്ത് പരിസ്ഥിതിയെ സംരക്ഷിക്കണം. കാരണം കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നു, ലോകത്ത് മാറ്റം ഉണ്ടാകുന്നു, ഇന്ത്യയിൽ മാറ്റം ഉണ്ടാകുന്നു, കേരളത്തിൽ മാറ്റം ഉണ്ടാകുന്നു. മഴയുടെ പാറ്റേണിൽ മാറ്റം. നമ്മളിപ്പോൾ സംസാരിക്കും മഴയില്ല, എന്നാൽ വരുന്ന മഴ വലിയ ദുരന്തം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരിസ്ഥിതിയെ കൂടി നമുക്ക് സംരക്ഷിക്കപ്പെടണം. ഇവിടെയാണ് അടി തുടങ്ങുന്നത്. മുച്ചൂടും മുടിച്ചുകൊണ്ടുള്ള വികസനം വേണമെന്ന് വികസനവാദികളും പരിസ്ഥിതിയെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വികസനം നടത്തിയാൽ മതി. ഒന്നും തുടരുത് എന്ന് പറയുന്ന പരിസ്ഥിതിവാദികളും പരിസ്ഥിതി വരട്ട് തത്വവാദവും എൻവയോൺമെന്റൽ ഫണ്ടമെന്റലിസവും മനുഷ്യരെ എങ്ങും എത്തിക്കത്തില്ല. പ്രകൃതിയിൽ ഓടിപ്പോയ വെള്ളത്തെ നടത്തി, ഇരുത്തി, കിടത്തി, ഉറക്കി, തിരിച്ചുവിട്ട്, അതിനെ ഉയരത്തിൽ നിന്ന് ചാടിച്ച് കറണ്ടുണ്ടാക്കി, തിരിച്ചുവിറ്റ് കൃഷിക്ക് ഉപയോഗിച്ച്, ജലസേചനം ചെയ്ത്, പ്രകൃതിയോട് വല്ലാതെ മല്ലിട്ട് തന്നെയാണ്, പ്രകൃതിയെ ചൂഷണം ചെയ്ത് തന്നെയാണ് മനുഷ്യർ മുന്നേറിയത്. എല്ലായിടത്തും അങ്ങനെ തന്നെ. പക്ഷേ അത് വല്ലാതെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച മനുഷ്യർ പ്രകൃതിയിൽ നിന്ന് മാറി പ്രകൃതിയെ കീഴടക്കാൻ ശ്രമിച്ച്, കീഴ്മേൽ മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ ആഘാതത്തിൻ്റെ അളവ് കൂടി. അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ട് ഇവിടെ, പ്രകൃതിയുടെ പ്രതിഭാസങ്ങളുണ്ട്, ഹസാഡുകളുണ്ട്, ഇവിടെ ഭൂകമ്പമുണ്ട്, സുനാമിയുണ്ട്, ഉരുൾപൊട്ടലുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ.
അത് സൂര്യനും ഭൂമിയും വായുവും ചലനവും കാറ്റും വെള്ളവും ഒക്കെ ഉള്ളിടത്തോളം കാലം, ഭൂമി സൂര്യനെ ചുറ്റുന്നിടത്തോളം കാലം ഈ പ്രതിഭാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, കൃത്യമായി ഉണ്ടാവും. പക്ഷേ അത് മനുഷ്യർക്ക് അപകടമാകുമ്പോഴാണ് ഡിസാസ്റ്റർസ് ആവുന്നത്. അങ്ങനെ മനുഷ്യന് അപകടം ഉണ്ടാകുമ്പോൾ, ജീവനും സ്വത്തിനും, മൃഗങ്ങൾക്ക് പോലും ആയാലും നമുക്ക് വലിയ ബോധറേഷൻ ഇല്ല, ജീവന സ്വത്തിനും അപകടം ഉണ്ടാകുമ്പോൾ നമുക്ക് ബോധറേഷൻ ആവും. അങ്ങനെ ജീവന സ്വത്തിനും അപകടം കുറച്ചുകൊണ്ട്, പ്രതിരോധ മാർഗങ്ങൾ കൂട്ടിക്കൊണ്ട്, പാരിസ്ഥിതിക ഘടകങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഒരു വികസനത്തിലേക്ക് പോകാമെന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്. ഇതിൽ പൊളിറ്റിക്കൽ ചലഞ്ചുണ്ട്, എക്കണോമിക്കൽ ചലഞ്ചുണ്ട്, കൾച്ചറൽ ചലഞ്ചുണ്ട്, ഹിസ്റ്റോറിക്കൽ ചലഞ്ചുണ്ട്, എൻവയോൺമെന്റൽ ചലഞ്ചുണ്ട്, ഡിസാസ്റ്റേഴ്സ് ചലഞ്ചുണ്ട്. ഇങ്ങനെ ചലഞ്ചിന്റെ പരമ്പര തന്നെയുണ്ട്, വ്യത്യസ്തമാണത്. അപ്പോൾ കേരളത്തിൽ വരുന്ന 1,00,000 കോടി രൂപ, മലയാളിയുടെ കയ്യിലുണ്ടാകുന്ന പെൻഷൻ പറ്റിയും അല്ലാതെയുള്ളത് വലിയ സമ്പത്ത്, ഉദ്യോഗസ്ഥരുടെ സമ്പത്ത്, ഇവിടെ ബിസിനസ് ചെയ്തുണ്ടാക്കുന്ന പൈസ, റബ്ബർ വിറ്റും ഏലം വിറ്റും ഒക്കെ ഉണ്ടാക്കുന്ന പൈസ, ഈ പണം മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് മുടക്കാനുള്ള സാഹചര്യം കൂടി മലയാളിക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് മാത്രമേ ഇവിടുത്തെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ എന്നും വഴക്ക് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ മലയോര ഹൈവേ വേണോ, തീരദേശ ഹൈവേ വേണോ, തുരങ്കപാതകൾ ഒരുപാട് വേണോ, ഈ ചർച്ചകൾക്കപ്പുറം മലയാളി പരിസ്ഥിതിയെയും വികസനത്തെയും സംബന്ധിക്കുന്ന പുതിയ സംവാദം തുടങ്ങേണ്ടിയിരിക്കുന്നു. ആ ഭാഗം അങ്ങനെ നിൽക്കട്ടെ. 2, ഒരുപാട് വസ്തുക്കളും സ്ഥലങ്ങളും ഉള്ളപ്പോൾ, കുറച്ച് മനുഷ്യരുള്ളപ്പോൾ ഇഷ്ടമുള്ള നിർമ്മാണ രീതികൾ പ്രയോഗിക്കാം. ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കടൽ തീരം മുതൽ കാട് വരെയുള്ള സ്ഥലത്ത് ഒരേ നിർമ്മാണ രീതിയാണ് നമ്മളിപ്പോൾ പ്രയോഗിക്കുന്നത്. അത് മാറി ഗവേഷണം വരേണ്ട സമയമായി. കാടിലും അതുപോലെ കാടിൻ്റെ അനുബന്ധ പ്രദേശങ്ങളിലും ഉയർന്ന മലനിരകളിലും താഴ്ന്ന പ്രദേശത്തും നിരപ്പായ സ്ഥലത്തും വയ്ക്കുന്ന കെട്ടിട നിർമ്മാണ രീതിയും റോഡ് നിർമ്മാണ രീതിയും പറ്റില്ല. അപ്പോൾ അവിടെ പുതിയ അന്വേഷണം ആവശ്യമുണ്ട്. ആലപ്പുഴയിൽ ചെയ്യുന്ന തെങ്ങിൻ്റെ കൃഷി രീതി വയനാട് ചെയ്യാൻ പറ്റില്ല. വയനാടെങ്കിൽ ഉരുൾപൊട്ടലിനെ അത് ട്രിഗർ ചെയ്യും തെങ്ങ്. വാഴ കൃഷി താഴെ ചെയ്യുന്ന പോലെ മുകളിൽ ചെയ്യാൻ പറ്റില്ല. കപ്പ കൃഷി താഴെ ചെയ്യുന്ന പോലെ ചരിവിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൃഷിയിലും വലിയ വ്യത്യാസമുണ്ട്, ഭൂവിനിയോഗത്തിലും വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഭൂവിനിയോഗത്തിലെ വ്യത്യാസം, ഇൻഫ്രാസ്ട്രക്ചറിലെ വ്യത്യാസം, കെട്ടിട നിർമ്മാണത്തിലെ വ്യത്യാസം, ജീവിത രീതിയിലും വ്യത്യാസമുണ്ട്. ഇതെല്ലാം തിരിച്ചറിയുന്ന കേരളത്തെ ഇടനാട്, മലനാട്, തീരപ്രദേശം എന്ന് തിരിക്കുന്നതിനപ്പുറം ഓരോ എക്കോസിസ്റ്റത്തിൻ്റെ, ഞാൻ എൻവയോൺമെൻ്റ് ഒക്കെ വിട്ടു, അതൊക്കെ പോയി, ആ കാലമൊക്കെ പോയി, ഓരോ എക്കോസിസ്റ്റത്തിൻ്റെയും ക്ലൈമാറ്റിക് സെൻസിറ്റിവിറ്റി കൂടി മനസ്സിലാക്കി, ക്ലൈമാറ്റ് ചേഞ്ചും ഒക്കെ പോയി, ക്ലൈമാറ്റ് ആക്ഷനിലേക്ക് കഴിഞ്ഞ് അതും കഴിഞ്ഞു, ക്ലൈമാറ്റ് സെൻസിറ്റിവിറ്റി കൂടെ മനസ്സിലാക്കി ആഗ്രോ ക്ലൈമാറ്റിക് സോണുകളായി തിരിച്ച് വളരെ കൃത്യമായ മണ്ണ്, ജല, ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങളോടൊപ്പം അതീവ ഗുരുതരമായ ഗവേഷണങ്ങൾ നടത്തുന്നതോടൊപ്പം ഞാനീ പറഞ്ഞ പണം, മലയാളിയുടെ കയ്യിൽ വരുന്ന അധികമായ പണം ചെലവഴിക്കുന്നതിനുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം കൂടി ഇവിടെ വന്നുകൊണ്ടല്ലാതെ ഇവിടുത്തെ പരിസ്ഥിതിയെയും സംരക്ഷിക്കാനാവില്ല, വികസനത്തെയും നിലനിർത്താനാവില്ല. ഇതൊരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ട്രേഡ് യൂണിയൻകാരും ഉദ്യോഗസ്ഥ സംവിധാനവും വളരെ കൃത്യമായി മാറി ചിന്തിച്ചല്ലാതെ, നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒരു മാറി ചിന്തയിലൂടെ അല്ലാതെ കേരളത്തിൽ വരുന്ന ഈ നിശബ്ദമായി മരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാനാകില്ല. കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ഭൂമികയായി മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കണമെങ്കിൽ പുതിയ ചികിത്സാ രീതികൾ ആവശ്യമുണ്ട്. ആ പുതിയ ചികിത്സാ രീതികളും പുതിയ മരുന്ന് ഉപയോഗിക്കുമ്പോൾ എന്താണ് യഥാർത്ഥ രോഗമെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ രോഗം കണ്ടുപിടിക്കാതിരുന്നാൽ പനി വരുന്നത് ക്യാൻസർ രോഗിക്കും പനി വരും, ക്യാൻസർ കൊണ്ട് പനി വരും, വയറുവേദന എടുക്കുന്നവർക്കും ചിലപ്പോൾ പനി വരും, നോർമലായ പനിയും വരും, ഡെങ്കിപ്പനിയും വരും, ചിക്കൻ ഗുനിയയും വരും, മലമ്പനിയും വരും. ബോഡി ചൂടാവുന്നത് നൂറുകണക്കിന് കാര്യങ്ങൾ കൊണ്ട് ബോഡി ചൂടാവും. അതെല്ലാ പനിക്കും പാരസെറ്റമോൾ കൊടുക്കലല്ല. പാരസെറ്റമോൾ കൊടുത്താൽ ചൂടൊന്ന് കുറയ്ക്കാം. പക്ഷെ ആത്യന്തികമായി പനി കുറയ്ക്കണമെങ്കിൽ, ബോഡിയുടെ പനി കുറയ്ക്കണമെങ്കിൽ റൂട്ട് കാസ് മനസ്സിലാക്കി, അടിസ്ഥാന പ്രശ്നം മനസ്സിലാക്കി അതിന് ചികിത്സ ചെയ്യണം. ആ ചികിത്സയ്ക്ക് കേരള സമൂഹം തയ്യാറുണ്ടോ? ആ ചികിത്സയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള കേരള സർക്കാരിന് താല്പര്യമുണ്ടോ, ധൈര്യമുണ്ടോ എന്നുള്ളതാണ്, നിശ്ചയദാർഢ്യമുണ്ടോ എന്നുള്ളതാണ് ഈ കാലം നമ്മോട് ആവശ്യപ്പെടുന്നതും ചോദിക്കുന്നതും.
അത് കേരള സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന സകലമാന ജനങ്ങൾക്കും, ബ്യൂറോക്രസിക്കും, സന്നദ്ധ സംഘടനകൾക്കും, സകല ജനങ്ങൾക്കും ഇതിൽ ഈ ഉത്സവത്തിൽ പങ്കുണ്ട്. അവരവരുടെ പങ്ക് നിർവഹിച്ചല്ലാതെ ഈ ഉത്സവം മനോഹരമാക്കാൻ കഴിയില്ല. അല്ലാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോയാൽ കുരുടൻ ആനയെ കണ്ടതുപോലെ നമ്മൾ വീണ്ടും സ്ക്വയർ ഒന്നിൽ തന്നെ നിൽക്കും. പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കേ പോകൂ, ഒരു പരിഹാരത്തിലേക്കും പോകില്ല. അതുകൊണ്ട് തന്നെ വലിയ സംവാദം, സർവതല സ്പർശിയായ സംവാദം കേരളത്തിൽ നടക്കട്ടെ. പരിസ്ഥിതി സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ, വിദഗ്ധർ, സാങ്കേതിക വിദഗ്ധർ, സർക്കാർ ജീവനക്കാർ, അതുപോലെ തന്നെ സർക്കാർ, പൊളിറ്റിക്കൽ പാർട്ടി, എല്ലാവരും സമസ്ത ജനവിഭാഗങ്ങളും ഈ സംവാദ പ്രക്രിയയിൽ ഇടപെടട്ടെ. അതിനുള്ള തുടക്കമായി, ആരംഭമായി ഈ വീഡിയോ എല്ലാവരും കാണുകയും പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യുക. നമുക്ക് വികസനവും വേണം, പരിസ്ഥിതിയും വേണം. കാരണം ഈ വികസനത്തിന് ഉപഭോക്താക്കളാകാനും പരിസ്ഥിതിയുടെ ഉപഭോക്താക്കളാകാനും നാളെ ഇവിടെ തലമുറകളും ജനങ്ങളും ജീവിച്ചിരിക്കേണ്ടതുണ്ട്.